ഞാൻ നിൽക്കുന്നത് ഒരു കാട്ടാനയുടെ തൊട്ടരികിലാണ്. എനിക്ക് മീറ്ററുകൾ മാത്രം അപ്പുറത്താണ് ഒരു കാട്ടാന ഇവിടെ വന്ന് പന, അതായത് എണ്ണപ്പന മറിച്ചിട്ട് പനയോല തിന്നുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൊട്ടടുത്താണ് ഈ കാട്ടാന നിൽക്കുന്നത്. ഇതിപ്പോൾ പകൽ സമയമാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ ഭാഗത്ത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കാലടി പ്ലാന്റേഷനാണ്. എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്തിലെ കുളിരാംതോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ, ഈ ആന നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ലയങ്ങളാണ്, ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ്. അവിടെ സ്ത്രീകൾ രാവിലെ വീട്ടുജോലികൾ ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ആന നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകാമെന്ന ഭീതി നിലനിൽക്കുന്നത് നമ്മൾ നേരിട്ട് കാണുകയാണ്. ഇവർ പറയുന്നത് പോലെയൊന്നുമല്ല, അതിനപ്പുറത്ത് ഭീകരമായ കാഴ്ചയാണ്. ഈ ആന നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ളത് പശുക്കളാണ്. ആനയോട് തൊട്ട് ചേർന്ന് നിൽക്കുന്നത് പശുക്കളാണ്. ആ പശുക്കളെ രാവിലെ ഇവർ കൊണ്ടുപോയി കെട്ടിയതാണ്. കെട്ടുന്ന സമയത്ത് കാട്ടാന ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കാട്ടാനയുണ്ട് അവിടെ. ഇനിയിപ്പോൾ ഈ പശുക്കളെ അഴിക്കാൻ പോകാൻ പോലും അവർക്ക് സാധിക്കില്ല. ഈ പാല് കറക്കുന്ന സമയമാണെങ്കിൽ പോലും പശുവിനെ അഴിച്ചുകൊണ്ടുവരാനോ, അല്ലെങ്കിൽ വൈകിട്ട് വരെ ആന അവിടെ നിൽക്കുകയാണെങ്കിൽ വൈകിട്ട് വരെ ഈ കുടുംബത്തിന് ഈ പശുക്കളെ ഇങ്ങനെ നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. അവിടെ പശുക്കൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭാഗത്ത്, ഈ ജനവാസ മേഖലയിലാണ് ഇതുപോലെ കാട്ടാന സ്വൈര്യവിഹാരം നടത്തുന്നത് എന്നുള്ളതാണ്. ഏത് സമയത്ത് വേണമെങ്കിലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകാം. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ എണ്ണപ്പന തോട്ടങ്ങൾ. ഈ തൊട്ടടുത്തുള്ള ഭാഗത്തെല്ലാം തന്നെ ഈ എണ്ണപ്പനകൾ മറിച്ചിട്ട് ഇതിൻ്റെ ഓലയും പട്ടയും ഒക്കെ കഴിച്ചിട്ട് പോയിരിക്കുകയാണ് ആന. അങ്ങനെ ഓരോ ദിവസവും ഇവിടെ ആനകൾ കൂട്ടമായും ഒറ്റയായും ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ ഒരു ഒറ്റയാൻ മാത്രമാണ് അവിടെ ഉള്ളത്. ഒറ്റയ്ക്കാണ്, ഒറ്റ ആനയാണ് അവിടെ ഉള്ളത്. മറ്റ് ആനകളില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൊട്ടടുത്തൊക്കെ പശുക്കളുണ്ട്. പക്ഷേ ഇപ്പോൾ ശാന്തമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം. ഈ പ്രദേശത്തുള്ളവർ എപ്പോഴും ആ ഒരു ഭീതിയിൽ തന്നെയാണ് ഇവിടെ ജീവിക്കുകയും ചെയ്യുന്നത്. ചേട്ടാ, എപ്പോഴും ഇങ്ങനെ കാട്ടാനെ കാണാറുണ്ടോ? ഫുൾ ടൈം എന്ന് പറയാൻ കഴിയില്ല. ഇത് വന്യജീവിയാണല്ലോ. ഇതിനെപ്പോൾ വിശക്കുന്നോ അല്ലെങ്കിൽ എപ്പോൾ തോന്നുന്നോ ആ സമയത്ത് ഇത് കടന്നു പോരും. ഇവിടെ വന്ന് ഇതിപ്പോൾ ഞങ്ങളുടെ ലയങ്ങളാണിത്. ഞങ്ങളിവിടെ താമസിക്കുന്ന ആളുകൾ നിൽക്കുന്നു, പശുക്കുട്ടികൾ നിൽക്കുന്നു, സ്ത്രീകൾ തുണി കഴുകി വിരിക്കുന്നു. ഇതിന് എത്ര മീറ്റർ ഉണ്ട്? 10 മീറ്റർ പോലും അകലമില്ല ഈ ആന നിൽക്കുന്നത്. ഈ ആന വന്യജീവിയാണ്. ഇതിന് എപ്പോൾ വന്യ സ്വഭാവം എടുക്കാൻ തോന്നുന്നോ എടുക്കുന്ന സമയത്ത് ഞങ്ങളിതുപോലെ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കിയോ, ആ മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാവും. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താനായിട്ട് വനം വകുപ്പും സർക്കാരും ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനും സംയുക്തമായിട്ടൊരു ഏർപ്പാട് ഉണ്ടാക്കി ഇവിടുത്തെ തൊഴിലാളികൾക്കും ഇവിടെ താമസിക്കുന്ന കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു സുരക്ഷിതത്വം ഒരുക്കി തരണം എന്നേ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഞങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഞങ്ങളിവിടെ തൊഴിലെടുക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം രാവിലെ തൊഴിലാളികളൊന്നും ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ? അതെ, ഇത് തൊഴിലാളി ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇതുപോലെ ഇതിൻ്റെ ഉൾപ്രദേശങ്ങളുണ്ട്. ഇത് ഇച്ചിരി തൊട്ടടുത്ത ഏരിയയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് പോലും വളരെ സാഹസികപ്പെട്ടാണ്. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ ഇതൊരു തോടാണ്, ഇങ്ങോട്ട് കടന്നു വരില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ട് കടന്നാൽ എന്ത് ചെയ്യും? ലൈൻസ് എല്ലാം അടിച്ചു പൊളിച്ച് കാട്ടികളയും. അതിനെപ്പോൾ വന്യ സ്വഭാവം തോന്നുന്നോ ആ സ്വഭാവത്തിൻ്റെ അനുസൃതമായിട്ട് ക്വാർട്ടേഴ്സുകളും എല്ലാം അടിച്ചു പൊട്ടിക്കും. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ല. ഈ ആനയുടെ ഭീതിയിലാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് കണ്ട് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. ഇതൊക്കെ പുറം ലോകത്തെ അറിയിച്ചുകൊണ്ട് സർക്കാരിനെയും ഫോറസ്റ്റ് അധികാരികളെയും ദേശീയ കേന്ദ്ര നേതൃത്വത്തിനെയൊക്കെ ഒന്ന് ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. ശരിക്കും വനം തുടങ്ങുന്ന ഇവിടെ നിന്ന് എത്ര ഭാഗം വ്യത്യാസമുണ്ട്? ഇത് വനം, അതിൻ്റെ തൊട്ടപ്പുറത്ത് വനമാണ്. ഇത് വനഭൂമി കോർപ്പറേഷൻ ലീസിനെടുത്തിട്ടുള്ളതാണ്. ലീസിനെടുത്ത് കൃഷി ചെയ്യുന്നതാണ്. എണ്ണപ്പന, കശുമാവ്, റബ്ബർ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്രാമ്പു, ജാതിക്കായ അങ്ങനെയുള്ള കൃഷി ചെയ്തിട്ടുണ്ട്, വളരെ തുച്ഛമായിട്ട്. ഇവിടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് റബ്ബർ, എണ്ണപ്പന, കശുമാവ്. ഇതാണ് നടക്കുന്നത്. ഈ നിൽക്കുന്ന ഈ വനം തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് ഇപ്പോൾ അതൊരു ക്ഷേത്രമാണ്. അത് കുളിരാന്തോട് ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ രാവിലെ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും ആനയുടെ ആക്രമണം എപ്പോഴെങ്കിലും ഉണ്ടാകാം. അത് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇവിടെ ആരെങ്കിലും ചെല്ലുന്ന സമയത്ത് ഈ ആന കിടന്നു വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഭംഗിയൊക്കെ അപ്പുറത്ത് നിൽക്കുന്നത് ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് വഴി.
ഈ വഴി കൂടെ പോകുമ്പോൾ ആന പെട്ടെന്ന് കടന്നു വന്നാൽ ചെല്ലുന്നവൻ്റെ കാര്യം കെട്ടപ്പോകുക. ഇത് റോഡുമാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം സാധിക്കുന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ പ്രസാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, ഈ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ അപകടം ഉണ്ടായത് ഇവിടെയാണ്, ഈ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്താണ്. ഈ ആനയാണോ എന്ന് പറയാൻ കഴിയില്ല. അത് നമ്മൾ കൃത്യമായിട്ട് അതിന് സീലോ പ്രത്യേക അടയാളങ്ങളൊന്നും ഇല്ലല്ലോ, അത് കഴിയില്ല. കഴിഞ്ഞ ആഴ്ചയാണ് പ്രസാദ് എന്ന് പറയുന്ന ഒരു ആളെ ഈ തോട്ടത്തിൽ ആനയുണ്ട് എന്നറിഞ്ഞ് തൊഴിലാളികൾക്ക് വരാൻ സൗകര്യമുണ്ടോ എന്നറിയാനായിട്ട് പ്ലാന്റേഷൻ അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം ഇവിടെ വന്ന് പരിശോധിച്ചത്. ആ സമയത്താണ് ആന അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയും അദ്ദേഹം തുമ്പിക്കൈയിൽ പിടിച്ച് ചുഴറ്റി എറിയാൻ നേരത്ത് ആനയുടെ കൊമ്പിൽ തൂങ്ങിക്കിടന്നിട്ട് അങ്ങനെ ആന അദ്ദേഹത്തെ വലിച്ചെറിയുകയായിരുന്നു. അങ്ങനെ ഒരു കശുമാവിൽ ചെന്ന് അടിച്ച് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നെ അദ്ദേഹം റോഡിലേക്ക് ഓടി കയറുകയായിരുന്നു. അങ്ങനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ്. ഇതാണ് ഈ കാലടി പ്ലാന്റേഷൻ്റെ ഒരു അവിടുത്തെ തൊഴിലാളികളുടെ ഒരു അവസ്ഥ. ഈ ജനവാസ മേഖലയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എത്ര വീടുകളാണ് ഈ ആന നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്തുള്ളതെന്ന്, മീറ്ററുകൾക്ക് മാത്രം അപ്പുറത്ത് ഉള്ളതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഉടനെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലുണ്ടായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നുള്ളതാണ് കാലടി പ്ലാന്റേഷനിലെ തൊഴിലാളികളുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ സെയ്ഫുൻ സാലിയാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.